G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യനായി ജനിച്ചാൽ അറിയാതെയെങ്കിലും നമ്മൾ കളവുകൾ പറഞ്ഞു പോകാം, തെറ്റുകൾ ചെയ്തു പോകാം. എന്നാൽ മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ചാൽ ആ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അനുഗ്രഹം ചൊരിയുന്ന ഒരു പുണ്യ സങ്കേതം നമ്മുടെ കേരളത്തിലുണ്ട്. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന് പോലും തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റത്തവണ അസത്യം പറയേണ്ടി വന്നു. ആ ഒരു തെറ്റിന് പ്രായശ്ചിത്തമായി ഭഗവാൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് വീണ്ടെടുത്ത പുണ്യഭൂമി. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ മലനാട് തിരുപ്പതികളിൽ ഒന്നാമതായ തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ആരും പറയാത്ത അപൂർവ വിശേഷങ്ങളിലേക്ക്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ടൗണിൽ നിന്നും കേവലം 1.3 കിലോമീറ്റർ മാറി തിരുവല്ല ഭാഗത്തേക്ക് പോകുന്ന MC റോഡിനടുത്തുള്ള മുണ്ടങ്കാവിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് തിരുവിതാംകൂറിലെ പ്രശസ്തമായ വഞ്ഞിപ്പുഴ മഠത്തിന്റെ വകയായിരുന്നു ഈ ക്ഷേത്രം. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ദ്വാപര യുഗത്തിൽ അജ്ഞാതവാസക്കാലത്ത് പഞ്ചപാണ്ഡവരും മാതാവായ കുന്തിദേവിയും ചെങ്ങന്നൂരിനടുത്തുള്ള പാണ്ഡവൻപാറ എന്ന കുന്നിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ വെച്ച് അവർ ഓരോരുത്തരും ഭഗവാനെ പൂജിക്കാനായി അടുത്തുള്ള പ്രദേശങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ തൃച്ചിറ്റാറ്റിലും, ഭീമസേനൻ തൃപ്പുലിയൂരും, അർജുനൻ തിരുവാറന്മുളയിലും, നകുലൻ തിരുവൻവണ്ടൂരും, ഇളയവനായ സഹദേവൻ തൃക്കൊടിത്താനത്തുമാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഇവരുടെ മാതാവ് കുന്തിദേവി മുതുകുളത്തിനടുത്തുള്ള പാണ്ഡവർക്കാവ് ക്ഷേത്രത്തിൽ ആരാധന നടത്തി. ഒരു ദിവസം തന്നെ സൂര്യോദയം മുതൽ ഉച്ചപൂജയ്ക്ക് ഉള്ളിലായി ഈ 6 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഭക്തർ പരമപവിത്രമായി കരുതുന്നു. കൗരവർക്കെതിരെയുള്ള കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണാചാര്യരെ വീഴ്ത്താനായി അശ്വത്ഥാമ, ഹതഹ, കുഞ്ചരഹ എന്ന് യുധിഷ്ഠിരൻ തന്ത്രപൂർവം നുണ പറഞ്ഞു. ധർമ്മപുത്രർ എന്നു പേരുള്ള യുധിഷ്ഠിരന്റെ ജീവിതത്തിലെ ഒരേ ഒരു കറയായിരുന്നു അത്. യുദ്ധത്തിന് ശേഷം മനസ്സ് നൊന്ത് പ്രായശ്ചിത്തത്തിനായി അദ്ദേഹം ഈ സ്ഥലത്തെത്തി തപസ്സനുഷ്ഠിച്ചു. യുധിഷ്ഠിരന്റെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന് ദർശനം നൽകി പാപമുക്തി നൽകി അനുഗ്രഹിച്ചു. തുടർന്ന് യുധിഷ്ഠിരൻ തന്നെ ഇവിടെ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ പ്രതിഷ്ഠയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. സാധാരണ വിഷ്ണു വിഗ്രഹങ്ങളിൽ വലതു കൈയിൽ ചക്രവും ഇടതു കൈയിൽ ശംഖുമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ തൃച്ചിറ്റാറ്റിൽ ഭഗവാൻ ഇടതു കൈയിൽ ചക്രവും വലം കൈയിൽ ശംഖും ഏന്തി നിൽക്കുന്ന അപൂർവ രൂപത്തിലാണ് കുടികൊള്ളുന്നത്. ഇമയവർ എന്നാൽ ദേവന്മാർ എന്നാണ് അർത്ഥം. ദേവന്മാരുടെ നാഥനായതിനാൽ ഭഗവാൻ ഇവിടെ ഇമയവർ അപ്പൻ എന്ന തിരുനാമത്തിൽ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ശംഖതീർത്ഥം എന്ന പുണ്യകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഭഗവാനെ മനസ്സുരുകി തൊഴുതാൽ അതുവരെ ജീവിതത്തിൽ പറഞ്ഞുപോയ കളവുകൾക്കും ചെയ്തുപോയ തെറ്റുകൾക്കും ശമനം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരവാതിലിലൂടെ അകത്ത് കടക്കുമ്പോൾ ശാന്തവും ഭക്തിസാന്ദ്രവുമായ ഒരു അന്തരീക്ഷമാണ് നമ്മെ വരവേൽക്കുന്നത്. കേരളീയ വാസ്തുവിദ്യയുടെ ചാരുത വിളിച്ചോതുന്ന ചതുര ശ്രീകോവിലും ചുറ്റമ്പലവും ഇവിടെ കാണാം. ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ഭഗവതി, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതമാരും ഇവിടെ കുടികൊള്ളുന്നു. മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ കൊടിയേറി 10 ദിവസങ്ങളിലായി നടക്കുന്ന തിരു ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നത്. പാപങ്ങൾ അകറ്റി മനസ്സിന് ശാന്തിയും നന്മയും നൽകുന്ന തൃച്ചിറ്റാറ്റ് ഇമയവരപ്പന്റെ ഈ അപൂർവ ചരിത്രം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പുണ്യക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുമല്ലോ. ഇതുപോലെ അപൂർവ ക്ഷേത്ര വിശേഷങ്ങളും ഭക്തിസാന്ദ്രമായ വിവരങ്ങളും തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.